നിങ്ങൾക്ക് 8 വയസ്സുള്ള സമയമൊന്ന് ഓർത്തു നോക്കൂ. വേനലവധിയുടെ ആദ്യത്തെ ആഴ്ച. തിങ്കളാഴ്ച രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ മാസം മുഴുവൻ ഒരു വലിയ കാലഘട്ടമായി നിങ്ങളുടെ മുന്നിലുണ്ടാകും. ആ ഒരാഴ്ച കൊണ്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പുതിയ കൂട്ടുകാരെ കണ്ടെത്തും, സൈക്കിൾ ഓടിക്കാൻ പഠിക്കും, മരത്തിൽ നിന്ന് താഴെ വീഴും. ആ ഒരാഴ്ച ശരിക്കും ഒരു മാസം പോലെ തോന്നിയിട്ടുണ്ടാകും. എന്നാൽ ഇപ്പോൾ നിങ്ങൾക്ക് 35 വയസ്സായെന്ന് കരുതുക. ഒന്ന് കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും വീണ്ടും ഒക്ടോബറായി. കഴിഞ്ഞ ക്രിസ്മസ് കഴിഞ്ഞിട്ട് വെറും 3 മാസം ആയതുപോലെയേ തോന്നും. കഴിഞ്ഞ വീക്കെൻഡിൽ എന്താണ് ചെയ്തത് എന്ന് പോലും കൃത്യമായി ഓർമ്മയുണ്ടാകില്ല. എന്തുകൊണ്ടാണ് പ്രായം കൂടുന്തോറും സമയം ഇത്ര വേഗത്തിൽ ഓടുന്നത്? എല്ലാവരും പറയുന്ന ഒരു കാരണമുണ്ട്. നമ്മൾ തിരക്കിലായി, ഉത്തരവാദിത്തങ്ങൾ കൂടി, അതുകൊണ്ട് ദിവസങ്ങൾ പെട്ടെന്ന് കടന്നു പോകുന്നു. കഴിഞ്ഞ 100 വർഷമായി ആളുകൾ വിശ്വസിക്കുന്നതും ഇതാണ്. പക്ഷേ ഇത് പൂർണ്ണമായും ശരിയല്ല. യാഥാർത്ഥ്യം ഇതിലും വിചിത്രമാണ്. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളല്ല, മറിച്ച് നിങ്ങളുടെ തലച്ചോറിനുള്ളിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് ഇതിന് കാരണം. ഈ രഹസ്യം മനസ്സിലാക്കുമ്പോഴേക്കും ഇത്രയും കാലം നിങ്ങൾക്ക് എന്താണ് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയും. ഇതിന് പിന്നിൽ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. ഒന്ന്, ഗണിതശാസ്ത്രപരമായ കാരണം, പ്രൊപ്പോർഷണൽ തിയറി. 1897 പോൾ ജാനറ്റ് എന്ന ഫ്രഞ്ച് തത്വചിന്തകനാണ് ഈ ചോദ്യം ആദ്യമായി ഗൗരവമായി എടുത്തത്. അദ്ദേഹത്തിന്റെ സിദ്ധാന്തം വളരെ ലളിതമായിരുന്നു. നമ്മൾ സമയത്തെ അളക്കുന്നത് നമ്മൾ ജീവിച്ചു തീർത്ത മൊത്തം കാലയളവുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ്. 5 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു വർഷം എന്നത് അവരുടെ ജീവിതത്തിന്റെ 20%. എന്നാൽ 50 വയസ്സുള്ള ഒരാൾക്ക് അത് ജീവിതത്തിന്റെ വെറും 2% മാത്രമാണ്. ഈ കണക്ക് വെച്ച് നോക്കിയാൽ തന്നെ 50 വയസ്സുള്ള ഒരാൾക്ക് ഒരു വർഷം എന്നത് 5 വയസ്സുകാരനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ തീരുന്നതായി തോന്നും. 2005 നടന്ന ഒരു വലിയ പഠനവും ഇത് ശരിവച്ചു. പ്രായമുള്ളവരോട് കഴിഞ്ഞ 10 വർഷത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വേഗത്തിൽ കടന്നുപോയത് ആ 10 വർഷമാണെന്നാണ് അവർ പറഞ്ഞത്. 2, തലച്ചോറിന്റെ ഫ്രെയിം റേറ്റ്, ദ ഫ്രെയിം റേറ്റ് തിയറി. 2019 അഡ്രിയാൻ ബെജൻ എന്ന എഞ്ചിനീയർ കുറച്ചുകൂടി വ്യത്യസ്തമായ ഒരു കാര്യം കണ്ടെത്തി. നമ്മുടെ തലച്ചോറ് സമയം അളക്കുന്നത് ഒരു ക്ലോക്ക് വെച്ചല്ല, മറിച്ച് ഒരു ക്യാമറയുടെ ഫ്രെയിം റേറ്റ് പോലെയാണ്. കുട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വളരെ വേഗത്തിൽ വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യും. സെക്കൻഡിൽ ഒരുപാട് ഫ്രെയിമുകൾ തലച്ചോറിലേക്ക് എത്തും. അതുകൊണ്ട് ആ സമയം വളരെ വലുതായി തോന്നും. എന്നാൽ പ്രായമാകുമ്പോൾ തലച്ചോറിലെ ഞരമ്പുകൾ കൂടുതൽ സങ്കീർണമാകും. അവയ്ക്ക് ചുറ്റും കൊഴുപ്പ് അടിഞ്ഞുകൂടി സിഗ്നലുകൾ പോകാൻ സമയമെടുക്കും. ചുരുക്കത്തിൽ ഒരേ മണിക്കൂറിൽ തന്നെ തലച്ചോറിലെത്തുന്ന ഫ്രെയിമുകളുടെ എണ്ണം കുറയുന്നു. ലോകത്തിന്റെ വേഗത കൂടിയതല്ല, നിങ്ങളുടെ തലച്ചോറിന്റെ വേഗത കുറഞ്ഞതാണ്. 3, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പുതുമ, ദ പവർ ഓഫ് നോവൽറ്റി. തലച്ചോറ് സമയം എണ്ണി വെക്കുന്ന ഒന്നല്ല, മറിച്ച് പുതുമ, നോവൽറ്റി സേവ് ചെയ്തു വെക്കുന്ന ഒന്നാണ്. ജീവിതത്തിൽ ആദ്യമായി ചെയ്യുന്ന കാര്യങ്ങൾ, ആദ്യമായി വണ്ടി ഓടിക്കുന്നത്, ആദ്യത്തെ പ്രണയം, പുതിയ നഗരത്തിലേക്കുള്ള യാത്ര, ഇതൊക്കെ തലച്ചോറ് ഹൈ റെസല്യൂഷനിൽ വളരെ കൃത്യമായി റെക്കോർഡ് ചെയ്യും. കാരണം അതിനു മുൻപ് അങ്ങനെയൊരു അനുഭവം തലച്ചോറിനില്ല. എന്നാൽ നിങ്ങൾക്ക് 35 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ഒരേ ഓഫീസിലേക്ക് 1000കണക്കിന് തവണ വണ്ടി ഓടിച്ചിട്ടുണ്ടാവും. അവിടെ തലച്ചോറ് പുതിയതായി ഒന്നും റെക്കോർഡ് ചെയ്യുന്നില്ല, അതൊരു റുട്ടീനായി മാറുന്നു. സംഭവം നടക്കുന്നുണ്ട്, പക്ഷെ തലച്ചോറ് അതൊരു ഓർമ്മയായി സേവ് ചെയ്യുന്നില്ല. 15 മുതൽ 25 വയസ്സുവരെയുള്ള കാര്യങ്ങൾ ആളുകൾക്ക് എപ്പോഴും ഓർമ്മ നിൽക്കാൻ കാരണവും ഇതാണ്. ആ സമയത്താണ് ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കുന്നത്. അല്ലാതെ ആ കാലഘട്ടത്തിന് പ്രത്യേകത ഉണ്ടായിട്ടല്ല, അന്ന് നിങ്ങളുടെ തലച്ചോറെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്നതുകൊണ്ട് മാത്രമാണ്. നമ്മൾ നേരിടാൻ മടിക്കുന്ന യാഥാർത്ഥ്യം, നിങ്ങൾ മറന്നുപോയ ആ തിങ്കളാഴ്ചകളും കാണാതെ പോയ ആ മാസങ്ങളും കാലം നിങ്ങളിൽ നിന്നും തട്ടിയെടുത്തതല്ല, അത് നിങ്ങളുടെ ദിനചര്യകൾ കൊണ്ടുപോയതാണ്. നിങ്ങൾ ആ സമയത്ത് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, പക്ഷെ നിങ്ങളുടെ തലച്ചോർ അതൊന്നും സേവ് ചെയ്യാൻ മാത്രം അവിടെ ഉണ്ടായിരുന്നില്ല. ജീവിതാവസാനം നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ പുതിയ കാര്യങ്ങൾ ചെയ്ത വർഷങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകൂ. ബാക്കിയെല്ലാം വെറും ഒരു മങ്ങിയ ചിത്രം, ബ്ലർ പോലെയായി മാറും. പുതിയ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും പുതിയ കാര്യങ്ങൾ പഠിക്കുന്നവരുമൊക്കെ ഈ വർഷം ഒരുപാട് നീണ്ടതുപോലെ തോന്നി എന്ന് പറയാറില്ലേ? അവർ വെറുതെ പറയുന്നതല്ല, അവരുടെ തലച്ചോർ വീണ്ടും കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയതാണ്. പരിഹാരം വളരെ ലളിതമാണ്. ചുവരിലെ ക്ലോക്കിന്റെ വേഗത കുറയ്ക്കാൻ നമുക്കാകില്ല, ഭൂമി കറങ്ങുന്ന വേഗതയും കുറയില്ല. പക്ഷേ ജീവിതം അനുഭവിക്കുന്നതിന്റെ വേഗത നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സ്ഥിരമായി ചെയ്യുന്ന ഓരോ കാര്യങ്ങളും, തലച്ചോർ എളുപ്പത്തിന് വേണ്ടി കണ്ടെത്തുന്ന ഓരോ കുറുക്കു വഴികളും നിങ്ങളുടെ ജീവിതത്തിന്റെ ദൈർഘ്യമാണ് കുറയ്ക്കുന്നത്. ഒരു ശനിയാഴ്ച കുട്ടികൾക്ക് വലിയൊരു ദിവസമാണ്, കാരണം അവർക്കന്ന് എല്ലാം പുതിയതാണ്. എന്നാൽ മുതിർന്നവർക്ക് അത് വെറും ഒരു ഒഴിവു ദിവസം മാത്രമാണ്. ശനിയാഴ്ചയ്ക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല, നമ്മൾ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത് നിർത്തി എന്നതാണ് സത്യം. നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഒരുപക്ഷെ നിങ്ങളുടെ തലച്ചോർ പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടാകും. അത് തലച്ചോർ ഇപ്പോൾ തന്നെ സേവ് ചെയ്തിട്ടുമുണ്ടാകും. ജീവിതത്തിന്റെ വേഗത കുറയ്ക്കാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ, ശ്രദ്ധിക്കുക.
നിങ്ങൾ ചുറ്റുമുള്ള കാര്യങ്ങൾ കാണാതെ പോകുമ്പോൾ സമയം വേഗത്തിലാകുന്നു. ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ സമയം മെല്ലെയാകുന്നു. വർഷങ്ങളുടെ നീളം കുറയുകയല്ല, നിങ്ങൾ കണ്ണടച്ച് നടക്കുകയാണ്. പുതിയ കാര്യങ്ങൾ ചെയ്യുക. സ്ഥിരമായി പോകുന്ന വഴിയിൽ നിന്ന് മാറി നടക്കുക. 1000 തവണ കണ്ട അതേ കാര്യങ്ങളിൽ പുതിയതെന്തെങ്കിലും കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നും വഴുതിപ്പോകാൻ നിന്ന ആ വർഷം നിങ്ങൾ ശരിക്കും ജീവിച്ച ഒരു വർഷമായി മാറും.